ഒറ്റപ്പാലം മണ്ഡലമാണ്. ഒറ്റപ്പാലം മണ്ഡലം എന്ന് വെച്ചാൽ 8 പഞ്ചായത്ത്, ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി 7 പഞ്ചായത്തും കൂടെ കൂട്ടിയാണ് ഒറ്റപ്പാലം മണ്ഡലം. അതിലെ വോട്ട് ഷെയർ നോക്കിയാൽ, നമ്മൾ ലോക്കൽ ബോഡിയുടെ ഇലക്ഷന്റെ വോട്ട് ഷെയർ നോക്കിയാൽ 64,000 വോട്ട്, 65,000 വോട്ടോളം LDFിനുണ്ട്, 38%. UDFന് 30% താഴെ, 29%, 49,000 വോട്ടേ ഉള്ളൂ. NDA 35,000 വോട്ടുണ്ട്, 20,000 വോട്ടോളം സ്വതന്ത്ര വെളിയിലുണ്ട്. പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുള്ള മെമ്പർമാരുടെ ടോട്ടൽ നോക്കി കഴിഞ്ഞാൽ മെമ്പർമാരും കൗൺസിലർമാരും കൂടെ LDF 95 ഉണ്ട്, UDF 44, NDA 22, ADS 10. അപ്പൊ ഇനി മത്സരിക്കുന്നവരുടെ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ മത്സരിക്കുന്നത് സിറ്റിംഗ് MLA പ്രേംകുമാർ തന്നെയാണ് LDFിന് വേണ്ടി മത്സരിക്കുന്നത്. UDFിന് PK ശശി, അദ്ദേഹം LDFിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ആളാണ്. അദ്ദേഹത്തെ ഒരു റിബലാക്കി നിർത്തിയിരിക്കുകയാണ്. BJPയുടെ ശക്തമായ കാൻഡിഡേറ്റാണ് മേജർ രവിയാണ് മത്സരിക്കുന്നത്. അപ്പൊ ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ ഇതൊരു ശക്തമായൊരു പോരാട്ടമായി. കാരണം ഞാൻ എപ്പോഴും പറയാം, ഇന്ത്യക്ക് 35,000 വോട്ടുണ്ടെങ്കിൽ അതിലൊരു 4,000-5,000 വോട്ടേലും പോൾ ചെയ്യാത്തതുണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് ഒരു 40,000 അടുത്ത് വോട്ട്, പാർട്ടി വോട്ട് അവിടെ NDAക്ക് ഉണ്ട്. UDFിന്റെ കാൻഡിഡേറ്റ് PK ശശി, അദ്ദേഹം LDF ക്യാമ്പിൽ നിന്നാണ് വന്നത്. അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ എന്തായാലും ഒരു 5,000 മുതൽ 10,000 വരെ, 10,000 റിബൽ വോട്ട് കിട്ടുകയാണെങ്കിൽ, 5,000 വോട്ട് പിടിച്ചാൽ ഒരു 5,000 വോട്ട് എന്തായാലും ഭരണവിരുദ്ധ പ്രശ്നം കൊണ്ട് LDFിന് നഷ്ടമാവും. പിന്നെ റിബൽ എന്നുള്ളത് LDF ഒരു 5,000 വോട്ട് അദ്ദേഹത്തിന് പിടിക്കാൻ സാധിച്ചാൽ UDF ജയിക്കും. അത് സാധ്യതയുണ്ടെന്നാണ്. കാരണം സിറ്റിംഗ് MLAമാരൊക്കെ ആകുമ്പോൾ കൂടുതൽ ഭരണവിരുദ്ധത കാണാറുണ്ട്. പിന്നെ നാച്ചുറലി PK ശശിക്ക് എന്തായാലും അദ്ദേഹത്തിന്റെ കൂടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഒറ്റയാളായിട്ടല്ല, എന്തായാലും അവിടുന്ന് ചാടി CPIP ചാടി വരണമെങ്കിൽ ഒരു വിഭാഗത്തിന്റെ നേതാവായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും UDF ഈ ഒറ്റപ്പാലം ജയിക്കും, ചെറിയൊരു മാർജിനിൽ ജയിക്കുമെന്നാണ്. അതുപോലെ UDFിന് അനുകൂലമായിട്ട് ട്രെൻഡ് ഉണ്ട്. അപ്പൊ UDF ഒറ്റപ്പാലം ജയിക്കുമെന്നാണ് എൻ്റെ ഒരു അനാലിസിസ്. പിന്നെ ചിലപ്പോൾ NDA ഒരു അട്ടിമറിയിലൂടെ സെക്കൻഡ് എത്താനും സാധ്യതയാണ്. NDA കൂടെ വോട്ട് പിടിക്കാൻ പോകുന്നത് LDFിൻ്റെതാണ്. UDFിന്റെ വോട്ട് കാര്യമായിട്ട് NDAയിലോട്ട് ഇത്തവണ മാറിയില്ല. LDFിന്റെ വോട്ട് കൂടുതലായിട്ട് NDAയിലോട്ട് പോവുകയാണെങ്കിൽ 42,000, 45,000 വരെ വോട്ട് വേണമെങ്കിൽ കൂട്ടിയെടുത്ത് സെക്കൻഡ് ആവാൻ സാധ്യതയുണ്ട് NDAക്ക്. എന്തായാലും ഫസ്റ്റ് UDF ആവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഒറ്റപ്പാലം മണ്ഡലത്തിൽ.